ഇനി നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. എവിടേക്കാണെന്നൊന്നുമില്ല, ഹാമിൽട്ടൺ വഴി പോകണം എന്നാണ് ഒരാഗ്രഹം. അപ്പോൾ സാധനങ്ങളൊക്കെ അടക്കി പറക്കിയിട്ടുണ്ട്. അച്ചൂസ് സ്കൂൾ വിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനമാണ്. പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ട പാത്രങ്ങളും നമ്മുടെ ഗ്യാസ് സ്റ്റവൊക്കെ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. പാത്രങ്ങളൊക്കെ 2 ഉള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. ഇത് 2 ദിവസത്തെ ട്രിപ്പല്ലേ. സ്റ്റവ് ആണോ കത്തുന്നുണ്ടോ? നമ്മൾ ഉപയോഗമില്ലാണ്ട് എടുത്തു വെച്ചൊക്കെയായിരുന്നു, ഉപയോഗപ്പെട്ടു. അതിൻ്റെ സിലിണ്ടർ മേടിക്കണ്ടേ? ബണ്ണിങ്സ് ഒന്നും അല്ലേ? ഫുള്ളുണ്ടോ? മതിയാവും. ബണ്ണിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു 6 ബോക്സ് കിട്ടും. പക്ഷെ അത്രയും യൂസ് ഇല്ല, ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാം. പോകുന്ന വഴിക്ക് കുടിക്കാനായിട്ട് കുറച്ച് ചുക്ക് കാപ്പി ഇട്ടങ്ങ് കയ്യിൽ കുടിക്കാം. ശർക്കര ഇട്ടാ പോരെ? മധുരം ഉണ്ടാവും. എന്നിട്ടിപ്പോ കുറഞ്ഞു പോയതാ. നമ്മള് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പൊ സമയത്രേ? ഇപ്പൊ 5:30 ആവുന്നു. നമ്മള് എത്ര മണിക്ക് ഇറങ്ങി വിട്ടുന്നു? 4:45, 4:30, അരമണിക്കൂർ. ഒന്ന് പാക്ക് ആൻഡ് സേവില് കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കാം. ഇവിടെ അമ്മാള് നല്ല ഉറക്കായി. അച്ചൂസ് സ്കൂൾ വിട്ട് വന്ന കാരണം കൊണ്ട് ഉറക്കം വരണമെന്ന് പറഞ്ഞിട്ട് ബാക്കിൽ സെറ്റായിട്ടുണ്ട്. ചെറിയൊരു മഴയുണ്ട് കേട്ടോ, എന്നാലും അടിപൊളി വൈബാണല്ലേ. ചെറിയൊരു ചാറ്റൽ മഴയും കുറച്ച് തണുപ്പ്, ചെറിയൊരു ട്രാഫിക്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവരൊക്കെയല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചെറിയൊരു വെയിലായിരുന്നു, ഇപ്പൊ മഴയായി. എന്നാലും നല്ല അടിപൊളി വൈബല്ലേ. ചുക്കാപ്പി ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോ അതൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് അങ്ങനെ പോവാം. ഇവിടെ ഇങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് എത്തണ്ടാവും. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ട്രാവൽ ചെയ്യുമ്പോ തന്നെ പോസിറ്റീവ് വൈബും അടിപൊളിയാണല്ലേ. മഴ കാര്യമായിട്ടുണ്ടല്ലോ. അച്ചൂസിനെ ഭയങ്കര പരാതിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു ഡെലിവറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ട്രാവൽ ചെയ്യാനോ അവൻ്റെ ഒരു വെക്കേഷൻ ഒരു ട്രിപ്പ് പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ, കാരണം അമ്മാളും സെറ്റായി, അവളുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ. നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മളൊന്ന് വെറുതെ വീട്ടിലിരിക്കുമല്ലേ. അവിടെ ട്രാഫിക് കിട്ടാം. +6, 5 അവിടെ 6, അപ്പുറത്ത് 5. അപ്പൊ ഒരു പണി ചെയ്ത അവിടെ എന്നിട്ട് ആ ജാക്കറ്റിന്റെ ഹുക്ക് പതുക്കെ ഊരിയിട്ട് പിന്നെ നമ്മള് മാത്രമായി റോട്ടില്. അവിടെ നിന്ന് ഇടയ്ക്ക് ഒരു വണ്ടി വരുന്നത് മാത്രം. പക്ഷെ ബാക്കില് ടൈലറുകളാണ് റോഡ് വർക്ക്സ് ഉണ്ടെന്ന്. ആ വണ്ടിയോട് കഴിഞ്ഞ് ഇരുട്ട് കാണാം. കുരിട്ട് അപ്പുറത്തെ കാടാണോ മലയാണോ ദൈവന്നറിയാം. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളൊരു സിറ്റി കണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ഇരുട്ട് പിടിച്ച വഴി കൂടെ ആയിരുന്നു വന്നോണ്ടിരുന്നത്. അമ്മാള് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് അമ്മാള് പിന്നെ അമ്മാള് പിന്നെ ഓഫർ ഉണ്ടോ ഒന്ന്? ഇത് ഗിഫ്റ്റ് പോലെ കിട്ടണതാണോ ഓഫർ? നമ്മളിങ്ങനെ ടിക്കറ്റ് എടുക്കില്ലേ, ലോട്ടറി പോലെ കാറൊക്കെ ജയിക്കും. അപ്പൊ ആലോചിച്ച് നമ്മളിന്ന് കാണിച്ച് ഫോർഡിന്റെ അമ്മൾക്ക് വേണോ ബർഗർ വേണോ? അമ്മ കഴിച്ചു.
കിട്ടിയോ? ഓക്കെ, നമ്മളിവിടെ പ്ലേ ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിട്ടോ. 1 in 4 wins. അപ്പൊ നമുക്ക് കളിച്ച് എന്തൊക്കെ കിട്ടിയത് വെച്ചോ? We like got 2 packets of like 3-piece nuggets and so next 6 nuggets and 2 sour and sweet and sour sauce, 1 soft drink. That was a free soft drink. I chose Coke, and we ordered 2 Sprite and 1 Coke, so 2 Cokes and 2 Sprites and 2 Big Macs. ഇനി വലിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഗാർഡനിങ് സെറ്റ്. പക്ഷെ അത് 4 സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ്സ്. Stations like 4 codes. അങ്ങനത്തെ ഷോപ്പ് സെയിം. 4 codes. We get like 4 words things. That's what I think. That's what I think. So I don't know. It's like 4 like codes. അതായത് ഇപ്പൊ നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിൽ കയറിയില്ലേ, ഇതുപോലെ 4 ഡിഫറെന്റ്, ഇപ്പൊ ആൽബനിയിലോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേഷനിൽ കയറിയിട്ട് വിൻ ചെയ്ത് കഴിഞ്ഞാൽ so we don't need to get the same we can choose. price. We don't need to get the same price, but we need to get, if we win we need to get 4 tickets. Yeah, 4 tickets in first. ഇപ്പോ സമയം 10:30 നമ്മൾ ഇനി ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നാളെ ഏർലി മോർണിംഗ് വീണ്ടും നമ്മുടെ ട്രാവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്കുള്ള ബെഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വാഹനം തന്നെ നമ്മുടെ ബെഡ്റൂം. എന്തായി സുജേട്ടാ, സെറ്റല്ലേ? അച്ഛാ എങ്ങനെയുണ്ട് അച്ഛോ? അയ്യോ എനിക്ക് വയ്യ. നമ്മൾ അവിടെ നിന്നും കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് യാത്ര പുറപ്പെട്ടു. ഇപ്പം ഇവിടെ വേറൊരു സ്ഥലത്തെത്തി. ഇവിടെയും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓരോരുത്തർ വിറച്ചു തുടങ്ങി തണുത്തിട്ട്. ഡ്രൈവർ ഉറക്കത്തിലായി. തണുപ്പുണ്ട് കേട്ടാ. സൂചേട്ടാ, ഹോട്ടലില് മുറി എടുത്ത് കിടക്കുന്ന ഉറങ്ങുന്നതല്ല, ഇതും ഒക്കെ ഒരു അനുഭവമാണ്. പെണ്ണൊക്കെ നല്ല ഉറക്കാണ്. അച്ചു, നിനക്ക് തണുക്കണ്ട? ഇതെവിടെയത്? ഇതികൂടെ ഹായ് പറഞ്ഞു. ട്രക്കുകളോ നിൽക്കണുണ്ട് സൂചേട്ടാ. ഇത് ന്യൂസിലാൻഡ് പോസ്റ്റിന്റെ ട്രക്കാ. തണുക്കുന്നുണ്ടോ? ഹലോ, എഗെയിൻ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 6:30 അല്ലേ? 6:30 നമ്മൾ നമ്മുടെ ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നേരൊക്കെ വെളുത്തു. നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ് അമ്മളു. സുജിത ഓക്കെ അല്ലേ? ഈ ഒരു സമയത്ത് ട്രാവൽ ചെയ്യാൻ നല്ലതാട്ടോ, ഏർലി മോർണിംഗ് അല്ലേ? അധികം വണ്ടികളൊന്നുമില്ല. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോ കടലാണ് കാണുന്നത്. നല്ല രസമുണ്ടല്ലേ? അത് അങ്ങനെ വൈകിട്ട് നിൽക്കണം. എന്താ ഇങ്ങനെ പോകുമ്പോഴേ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. കാണിച്ചു തരാം കേട്ടോ. നല്ല കാറ്റ്.
ചെറിയ ചെറിയ കെട്ടിടങ്ങളൊക്കെയാണല്ലോ. ഇത് കെട്ടിടങ്ങളല്ല, ടെന്റ് അടിച്ചെന്താ നമ്മുടെ സാധനം. അടിപൊളി വ്യൂ കണ്ട് നമുക്ക് അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടങ്ങ് പോവാം. ബാബിക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? അച്ചൂസിന് വിശന്ന് തുടങ്ങി. ചായ ഒക്കെ കുടിച്ച് പതുക്കെ ഇങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അവര് വെച്ചെന്തോ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേ നമ്മുടെ ഒരു സൈഡ് ഫുള്ളങ്ങ് കടലാണ് കേട്ടോ. പക്ഷെ അവനത് വേർതിരിക്കുക അവനൊന്നുമില്ല. ലെഫ്റ്റ് സൈഡ് ഫുള്ളങ്ങ് കടല്. ഇവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലെ സെറ്റ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരുക്കപ്പാടിലാണ്. അമ്മാള് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യാം. ആവശ്യങ്ങളൊന്നും ചെയ്യില്ലടോ. മോള് കണ്ടത് ഇതെന്തും കാണണ്ട. മോള് നീ ഇടയ്ക്ക് ഓവാ. ചൂട വെച്ചിട്ട് ചപ്പാത്തി റോളോ ബ്രെഡോ. ആരത്? അപ്പന്റെ പെണ്ണാണല്ലോ. അപ്പന്റെ സുന്ദരി പെണ്ണ് ഇരിക്കണ്ടല്ലോ. തന്നെ എവിടെ നിക്കണ അപ്പന്റെ പെണ്ണ്? എന്റെ ചിരിക്കലോ, ഓട്ട് ചിരിക്കലോ. ഒരുപാട് അച്ഛനാ നീയേ ആ കിടികള് നോക്ക്. അതൊന്നും ചെയ്യണില്ലല്ലോ ഞങ്ങള്. അവര് പോയി. അവരവിടെ നീ ഇവിടെ നിക്ക്. അച്ഛൻ ചത്തം വന്നു. എന്റെ മോളെ അച്ഛൻ ചത്തം മര്യാദക്ക് നടക്കാ. ഇടാം കുറച്ച് ബ്രെഡ് അമ്മാക്കി തരാം. കഴിഞ്ഞിട്ട് അമ്മാക്കി തരാം ബ്രെഡ്. സുന്ദരി പെണ്ണാണ് അപ്പന്റെ പെണ്ണാണ്. ബ്രേക്ക്ഫാസ്റ്റ് പോക പോകുന്നു. ഇതെവിടെ അമ്മയുടെ പെണ്ണ്? അച്ഛൻ അതൊന്നും ചെയ്യില്ലടാ. That's what I meant to do. A cold dish. Okay. Guys, ഈ ducks ആണ് എൻ്റെ arch nemesis. What is this? Tuna egg sandwich. Okay. Tuna ഇട്ട് കൊടുക്കാം.
കഴിഞ്ഞോ? ഇതിൽ കാണിച്ചു. ഓക്കെ. അച്ഛന് എന്ത് വേണം? ബ്രെഡും സ്പ്രെഡ് ചെയ്ത് മതിയോ? ചൂണ ഫിഷ് വയ്ക്കണോ ഉള്ളില്? സാൻഡ്വിച്ച് പോലെ ആക്കി തരാമോ? കണ്ടോ? ചെയ്യാൻ പറഞ്ഞപ്പോ അച്ഛനാ തിരക്കടിച്ച് എല്ലാ കാര്യണ്ടാ പാക്കറ്റ് തുറന്നു കൊടുക്കാൻ പറ്റണ്ടല്ലേ? അച്ചൂസിന്റെ ബ്രെഡ്. ആ ചപ്പാത്തി റോള് കഴിച്ചാൽ മതി. സാധനം കിട്ടുമ്പോഴേ അമ്മാളിന് എന്ത് വേണോ? നമ്മൾ വായ തന്നെ. എന്താണ് എൻ്റെ അമ്മ ചെയ്യുന്നത്? ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എന്താ ചെയ്ത്? അല്ലാന്ന് ഇതൊക്കെ കഴിക്കണ്ടേ? എപ്പോഴും ബ്രെഡ് തന്നെ കഴിച്ചോണ്ടാ? 9 വയസ്സായി. ഇതെന്തിട്ട് മണം? എന്തൊക്കെയോ മണം വരുന്നു. അതെനിക്ക് അമ്മയ്ക്കിത് തയ്ക്കോ? വിശക്കണ്ടേ? മതി മതി മതി, ഇത്തിരി മതി 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 മതി. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? അടിപൊളിയല്ലേ? അതെ, ഇതൊക്കെ ഒരു പ്രത്യേക വൈബാണ്. അമ്മാള് പെണ്ണാണേ, ശുണ്ടിരി പെണ്ണാണേ. ഓ ഓ ഓ ഓ ഓ ഓ ദേഷ്യപ്പെടലോ. ഓഫാക്കാട്ടോ. ചൂടാറുള്ളൂ. ഓ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞു. നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കണ ഒരു സുഖം കിട്ടില്ല. ഇതൊരു പ്രത്യേക വൈബാ. അവള് എന്താണ് എന്റെ അമ്മേ, ഇതെന്താണ് ഈ വഴിങ്ങനെ? ഈശോ, കിട്ടിയാ കിട്ടി, പോയേ പോയി. രാജ്യസം വഴി നോക്കിട്ട് പറഞ്ഞ എന്താ വളവുണ്ടപ്പേ തിരിവുണ്ടപ്പേ.
കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. ഈശോ, ഇതെന്താ വഴി ഉണ്ട് അവിടെ? ഞാൻ പറഞ്ഞ കഷ്ണം കാണുന്നില്ല. ജെയിംസ് ബോണ്ടിൻ പടത്തിൽ കാണുന്ന വഴികളൊക്കെ മലയാള വഴി വിട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ കടലും ഇഷ്ടമില്ലാത്തൊരു കടല്. വണ്ടിയൊന്നും കുളിക്കുന്ന വണ്ടിയൊന്നും കുളിക്കാൻ ഓടിക്കാൻ പറ്റും. എനിക്ക് പക്ഷെ മേഘം പോലെ തോന്നണേ. അല്ല ഓക്കെ കാണുന്നുണ്ട്. സ്നോയിലേക്ക് പോവാണ്. അച്ഛന് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അച്ഛ ഫസ്റ്റ് സ്നോ ആണ്. അച്ചു എങ്ങനെയുണ്ട്? സൂപ്പർ ഹാപ്പി. അച്ചൂസിനെ അമ്മ OET ചെയ്യുമ്പോ തൊട്ട് അച്ചൂസിന് തുടങ്ങിയ ആഗ്രഹം. അമ്മ OET പാസ്സായി UK പോവാനല്ലേ പ്ലാൻ ചെയ്യണ്ടായിരുന്നെ. അവൻ പറയായിരുന്നു അമ്മ OET പാസ്സായി UK പോയിട്ട് അവന് സ്നോയില് കളിക്കണം, സ്നോമാൻ ഉണ്ടാക്കണം എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അച്ചൂസിന്റെ ആഗ്രഹം അപ്പയും കൂടി സാധിച്ചു തന്നു. ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് സ്നോ കയ്യിലെടുത്തിട്ട്? എറിഞ്ഞു കടയാണ് എന്റെ പേരാ. വണ്ടിയിൽ ഐസ് കുടിച്ച് കിടന്നെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല. ഐസായിട്ട് ഇതൊക്കെ കടകളാണ്. വണ്ടികൾ അപ്പൊ കഴിഞ്ഞ അതിന് മണ്ടേ കാരണം കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റേ
നോക്കടാ അച്ചൂസ. ഞങ്ങളുടെ വണ്ടി കൊട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൻ്റെ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ പേടിച്ചിട്ട് എവിടേക്ക് പോണേ അച്ചൂസ? എവിടേക്ക് പോണേ? തുറന്നുണ്ടോ അത്? ഉരുട്ടെടുക്ക് ഉരുട്ടെടുക്ക പറഞ്ഞ എറി ഇങ്ങട് ക്യാമറമ്മക്ക് എറി. കിട്ടിയാ? അന്ന് കണ്ടത്ര വെള്ളം തന്നെ ഉണ്ടല്ലോ, അതിന് കൂടുതലുണ്ടല്ലേ? Cappuccino. ഇനി ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി യാത്ര. Cafe. ഏകദേശം പകുതി എത്തിയുണ്ടല്ലോ സുചേട്ടാ. ഇനി എത്ര മണിക്കൂർ കൂടെ ഉണ്ട്? 2 മണിക്കൂറോ? എന്റെയാണോ? ഇനി 2 hours കൂടെ അല്ലേ സുചേട്ടുള്ളൂ? കുറച്ച് മിക്സ്ചർ എനിക്കും വേണം. എന്തെല്ലാം മളം എല്ലാം കൂടെ നല്ല തരല്ലേ നമ്മളിപ്പിന്നെ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. ഈ ഒരു ട്രാവലിംഗ് വ്ളോഗ് ഒരു പാത്രം കഞ്ഞിയും അച്ചാറിലും അവസാനിക്കുന്നു. ഓൾ ഹാപ്പി അല്ലേ സുജിത? അച്ചു ഗുഡ് നൈറ്റ്.